നമ്മൾ തുണി ക്രോസിലിട്ടിട്ടാണ് ഇത് വെട്ടാൻ പോണത്. തുണി ക്രോസിലിട്ട് വെട്ടുമ്പോൾ വീതി കൂടിയ തുണികളാണ് നമ്മൾ എടുക്കേണ്ടത്. അതായിരിക്കും നമുക്ക് ഇറക്കായിട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ക്രോസിലിടുന്ന എല്ലാ കട്ടിങ്ങിനും വീതി കൂടുതൽ തുണി എടുക്കുക. ഈ ടീച്ചർ അത് വേഗം ഒന്ന് മാർക്ക് ചെയ്തേ, എങ്ങനെ വെട്ടാന്ന് പറഞ്ഞു കൊടുത്തത്. നമ്മുടെ കാൽവണ്ണം നമുക്ക് കൂടുതലൊന്നും വേണ്ട. ഒരു 6 ഇഞ്ച് ആണെങ്കിൽ ഒരു 6 ഇഞ്ചായാലും നമുക്ക് കിട്ടിയാണ് ഇവിടുത്തെ ഈ വണ്ണം. ഒരു 6.5 ഇഞ്ച് പിന്നെ മാക്സിമം ഇതിൻ്റെ നീക്കം എത്രയാണ് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നീളം നമുക്ക് കിട്ടാം. ഈ നീളം അപ്പോൾ ഇതിൽ 54 ഇഞ്ച് ഇറക്കം ഇങ്ങനെ കിട്ടുന്നുണ്ട്. 54 ഈ 54 ഇഞ്ച് ഇറക്കം കിട്ടുന്നത് വെച്ചാൽ അത് ഇവിടെ പ്ലീറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഒറിജിനൽ പാൻറ്റിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്കറിയാം. ഈ ഇറക്കണം നമുക്ക് കിട്ടാം. ഈ ഇറക്കണം നമുക്ക് കിട്ടുന്ന ഇറക്കം നീട്ടണ്ട. ഇവിടെ നിന്ന് ഈ ഇറക്കല്ലേ 32 ഇഞ്ചാണ് നമുക്ക് ഇറക്കം കിട്ടാം. ഈ ഇറക്കണം നമുക്ക് കിട്ടാൻ പോകുന്നു 32 ഇഞ്ച്. 32 ഇഞ്ചിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ബെൽറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വയ്ക്കുക. ഇവിടുന്ന് ആ സീറ്റിൻ്റെ അളവ് മാത്രം നമ്മൾ ഇവിടുന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. ഈ സീറ്റിൻ്റെ അളവ് ഈ ഇവിടുന്ന് നമ്മൾ 2 ഭാഗമായിട്ട് തിരിക്കുകയില്ല. നമ്മൾ മൊത്തം നമുക്ക് സീറ്റ് അളവ് ഒരു 15 ഇഞ്ച് വേണം. അപ്പോൾ അടിഭാഗത്തെ സീറ്റിൻ്റെ അളവ് എക്സ്ട്രാണ് നമ്മൾ ബെൽറ്റ് വേറെ പിടിപ്പിക്കുക കേട്ടോ. ഇതിൽ ബെൽറ്റിനുള്ളത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേറെ കട്ട് ചെയ്ത് വെക്കണം. ഈ നീളമാണ് നമുക്ക് കിട്ടുക. ഇത് നമുക്കിത് കട്ട് ചെയ്ത് പോയി. ഈ പീസ് നമ്മൾ ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് വെക്കണം. അതല്ല ഇത് എക്സ്ട്രാ ഉള്ളത് ഇത് കളക്ട് ചെയ്ത് ഇത് വെച്ചാൽ ഇതിങ്ങനെ നമുക്ക് ഇതിങ്ങനെ ഫുള്ള നീറ്റ് വേണ്ട. ഞാനിങ്ങനെ ഞെറിയായിട്ട് ഇത് വരും. നമ്മൾ ആ വണ്ണത്തിൻ്റെ അത്ര ഇത് വന്നിട്ട് ഇത് ഇങ്ങനെ തൂങ്ങി കൊടുക്കും. ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തോളൂ ടീച്ചറെ. അശ്വതി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് വേഗം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറ്റും. സാധാരണ ഇപ്പോൾ ഇന്നലെ അതായത് യൂണിഫോം പാൻറ്റ് തയ്ക്കണമാരെ ആ സീറ്റ് ലൈൻ വരയ്ക്കുള്ള അതിനെ 2 ഭാഗങ്ങളായിട്ട് ഭാഗിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ മുകൾ ഭാഗത്തേക്കുള്ള തുണി വേറെ നമ്മൾ വയ്ക്കണു. ഇതിൽ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അത് വേറെ വയ്ക്കുന്നത്. ബാക്കിയുള്ളതാണ് നമ്മൾ അപ്പോൾ ഒരു 7 തൊട്ട് 7.5 ഇഞ്ച് വരെ ഒരു എക്സ്ട്രാ തുണി വെച്ചിട്ട് വേണം നമ്മൾ സീറ്റ് തയ്ക്കാനായിട്ട്. ഇത് കിട്ടാവുന്ന ആ തുണീനെ നമ്മൾ വെട്ടി ആ സാധാ യൂണിഫോം പാൻറ്റിൻ്റെ സ്റ്റൈലിൽ കൊണ്ടുവന്നു. അവിടെ തുണി ഒപ്പമായിട്ട് ഇപ്പോൾ ക്രോസ് ഇട്ട കാരണം ഒപ്പമല്ല തുണി, അത് ഒപ്പാക്കലാണ് അടുത്ത പണി. അത് ഒപ്പാക്കണു. മറ്റേ അരവണ്ണം പ്ലസ് 10 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ചൊന്നും ഇതിൽ ബാധിക്കണില്ല. കിട്ടാവുന്ന തുണി എടുക്കണം. അതൊക്കെ നമുക്ക് ഞെറിയായിട്ട് ആ അരവണ്ണത്തേക്ക് എത്തിക്കലാണ് നമ്മൾ ഈ പാൻറ്റിന് ചെയ്യണത്. അരവണ്ണം ഇപ്പോൾ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 10 ഇഞ്ച് ബെൽറ്റിലാണ് കൂട്ടേണ്ടത്.